നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 നാൾ മാത്രമാണ് ഇനി പ്രചരണം ശേഷിക്കുന്നത്. കാരണം 40ാം ദിവസം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് പുതിയ സാഹചര്യം. അദ്ദേഹം നാളെ കഴിഞ്ഞ് 19-ാം തീയതി പാലക്കാടേക്കാണ് വരുന്നത്. റോഡ് ഷോ അടക്കമുള്ള വിപുലമായ ഒരുക്കങ്ങൾ BJP തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്നതിന് തുടർച്ചയായിട്ട് പ്രധാനമന്ത്രി വീണ്ടും വരുമ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താ എന്ന ചോദ്യം ഉണ്ടാവുന്നുണ്ട്. ഒപ്പം 4 ഇടങ്ങളിൽ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ BJP മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ എന്താണ് BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ തന്ത്രമെന്ന സ്വാഭാവിക ചോദ്യവുമുണ്ട്. ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കളത്തിലിറങ്ങി സജീവമായ പ്രചരണ പരിപാടികളിലേക്ക് കടന്നിട്ടുമുണ്ട് എന്നതാണ് പൊതുവായ രാഷ്ട്രീയ ചിത്രം. എന്തായാലും സംസ്ഥാനത്തെ ഈ പൊതു സാഹചര്യം എങ്ങനെ ഓരോരുത്തരെയും ബാധിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്ര സമാപിക്കുകയാണ്, ഭാരത് ന്യായ് യാത്ര. അത് സമാപിക്കുന്നതോടുകൂടി അദ്ദേഹം വയനാട്ടിൽ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി ഈ ആഴ്ച തന്നെ എത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ എല്ലാ ആവേശത്തിലേക്കും വരുന്നു എന്നതാണ് ചിത്രം. കടുത്ത വേനൽ ചൂടുണ്ട്. ഈ വേനൽ ചൂടിനെ മറികടന്നുകൊണ്ട് പ്രചരണ രംഗത്ത് എങ്ങനെ പുതിയ തന്ത്രങ്ങൾ ഒരുക്കും എന്നതാണ് മുന്നണികൾക്ക് മുന്നിലും സ്ഥാനാർത്ഥികൾക്ക് മുന്നിലും ഉണ്ടാവുന്ന ആശയങ്ങൾ. ഇതിനിടയിൽ മാറിമറിയുന്ന പ്രചരണ വിഷയങ്ങൾ കടന്നു വരുന്നതുമുണ്ട്. നമുക്ക് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം വിശദമായി തന്നെ പരിശോധിക്കാം. ഇതിനിടയിൽ പുതിയതായി ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വാർത്ത പുറത്തു വന്നതോടെ ഉണ്ടാകുന്ന ഒരു ആശങ്ക, വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇത് ഇന്നലെ മുസ്ലിം മതസംഘടനയായ സമസ്ത ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. പ്രധാനമന്ത്രിക്കും ഇലക്ഷൻ കമ്മീഷണർക്ക് കത്തയക്കാനായിരുന്നു ഇന്നലെ ഉണ്ടായ തീരുമാനം. സമാന നിലപാടുമായി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാവുന്നുണ്ട് എന്ന സാഹചര്യം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡാൻ കുര്യൻ ആദ്യം തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മലബാറിലേക്കും ഒപ്പം തന്നെ വടക്കൻ കേരളത്തെയും മധ്യ കേരളത്തിൻ്റെയും ഒക്കെ പൊതുചിത്രവുമായി വിവിധ റിപ്പോർട്ടർമാരും നമുക്കൊപ്പം ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഈ മുന്നണി, നമുക്ക് ഇടതു വലതു മുന്നണികളുടെ പ്രചരണ ഒരുക്കങ്ങളും നീക്കങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. 2-3 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, വേനലാണ്, കടുത്ത ചൂടുണ്ട്. ഇതിനിടയിലാണ് ഈ പ്രചരണത്തിന് 40-ലധികം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത് ഇലക്ഷൻ്റെ ഒരു ടെമ്പോ നിലനിർത്തുക എന്ന വെല്ലുവിളിയുണ്ട്. മാറി മറിഞ്ഞു വരുന്ന പ്രചരണ വിഷയങ്ങൾ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം, അണികളെ ഒപ്പം നിർത്തണമെന്ന വെല്ലുവിളിയുണ്ട്. ഒപ്പം ഇതിന് വലിയ സാമ്പത്തിക ചിലവുണ്ട് എന്നതുമുണ്ട്. പൊതുവിൽ ഈ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള സ്ഥാനാർത്ഥികളുടെയും ഒപ്പം മുന്നണികളുടെയും ഒക്കെ രാഷ്ട്രീയമായ നീക്കം എന്താണ്? അവരുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? സജിത്ത്, ഈ വിഷുവിനോടനുബന്ധിച്ച്, അതായത് ഏപ്രിൽ 2ാമത്തെ ആഴ്ച തിരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലായിരുന്നു, പൊതുവിലയിരുത്തലായിരുന്നു എല്ലാ മുന്നണികൾക്കും, പ്രത്യേകിച്ച് LDF ക്യാമ്പുകളിലും UDF ക്യാമ്പുകളിലും ഒക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് അവർ ആരംഭിച്ചത്. നമുക്കറിയാം, ഒരു ഘട്ടം പര്യടനം സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ സ്ഥാനാർത്ഥികൾ തന്നെ വ്യക്തമാക്കിയതുപോലെ ഏതാണ്ട് 10 ദിവസം കൂടി അധികമായി പ്രചാരണത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നിലവിൽ. 40 ദിവസം, അതായത് ഏപ്രിൽ 26 എന്ന് പറയുമ്പോൾ 40 ദിവസം കൂടി അവർക്ക് ഈ പ്രചാരണത്തിന് വേണ്ടി ലഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തി ധൃതി കൂട്ടാതെ ശാന്തമായി വോട്ട് തേടുന്നതിനുള്ളൊരു അവസരം, വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പ്രചരണ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നതിനുള്ളൊരു അവസരം അവർക്ക് ലഭിക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് സൈഡായി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. പക്ഷേ നേരത്തെ സജിത്ത് സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യം, വലിയൊരു വേനൽ ചൂടിന് നടുവിലാണ്, സമാനതകളില്ലാത്ത ചൂടാണ് സംസ്ഥാനത്ത് ഈ തവണ വേനൽക്കാലത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പ്രചരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു വലിയ വെല്ലുവിളി എല്ലാ മുന്നണികളെയും ഒരുപോലെ ബാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന പ്രവർത്തകരെ കൂടെ നിർത്തുക, ആവേശത്തിൽ അങ്ങനെ അങ്ങ് നിർത്തുക, അതടക്കമുള്ള കാര്യങ്ങൾ ശ്രമകരമായ ഒരു ദൗത്യമായി മാറും. എന്തായാലും വരുന്ന ആഴ്ചകളിൽ ചൂട് വീണ്ടും കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് രാവിലെ 11 മണിക്ക് ശേഷവും വൈകുന്നേരം 3 മണിക്ക് ശേഷവുമായിരിക്കും പൊതുപരിപാടികളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അത്തരം പ്രചാരണ പരിപാടികളിലേക്ക് മുന്നണികൾ കടക്കുക. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുകളാണ് ഓരോ മുന്നണികളുടെ ഭാഗത്തുനിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനമായി സൈബർ ഇടങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ, വാർ റൂമുകൾ സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ്. അതാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നേരത്തെയും തെരഞ്ഞെടുപ്പുകളിൽ ഈ സൈബർ പോരാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഇത്തവണ അത് അനിവാര്യമായ ഒരു വിഷയമായി മാറിയിരിക്കുന്നു. കാരണം മറ്റ് തരത്തിൽ ഈ വെയിലിന് നടുവിൽ നിന്നുകൊണ്ട് പരസ്യ പ്രചാരണമായി മുമ്പോട്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സൈബർ ഇടങ്ങളെ പ്രചാരണത്തിന് വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് എല്ലാ മുന്നണികളും എത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട, ഏറെ പ്രസക്തിയുള്ളൊരു കാര്യം. എന്തായാലും ഈ ദേവാലയങ്ങളിൽ ഞായറാഴ്ചകളിലടക്കം, പ്രത്യേകിച്ച് ഇന്നടക്കം എല്ലാ സ്ഥാനാർത്ഥികളും
ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. അത് തിരുവനന്തപുരത്തോ ആറ്റിങ്ങലിലോ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. കാരണം വലിയ നോമ്പിലെ അവസാന ഞായറാഴ്ചകളിലേക്ക് അടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ദേവാലയങ്ങളിലൊക്കെ നടക്കുന്നു. ക്രൈസ്തവ സമൂഹം വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ദിനങ്ങളാണ് അടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സ്ഥാനാർത്ഥികളുടെ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകും. അതിനിടയിലാണ് ലത്തീൻ സഭ ഇന്ന് വലിയൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് സർക്കുലർ ദേവാലയങ്ങളിൽ വായിച്ചിരിക്കുന്നത്. അതായത് വരുന്ന 22-ാം തീയതി ഉപവാസ യജ്ഞമായി ആചരിക്കുകയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനങ്ങളിൽ, തുടർച്ചയായ പീഡനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ യജ്ഞം നടക്കുന്നത്. സ്വാഭാവികമായി വരുന്ന സ്ഥാനാർത്ഥികളുടെ അടുത്ത് മുഴുവൻ ഇത് ആശങ്കയായി പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടാക്കും. അവിടെ ഓരോ മുന്നണികളും ഏത് തരത്തിലായിരിക്കും ഈ ആശങ്കകളോട് പ്രതികരിക്കുക എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് എല്ലാ മുന്നണികളും. 4 ഇടങ്ങളിൽ മാത്രം NDAയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ തന്നെ കൊല്ലത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സജിത്.